കണ്ടു പഠിക്കണം ഹേ നമ്മുടെ സർക്കാരിൽ ഫയൽ നീങ്ങുന്ന വേഗത. രാത്രിയും കുത്തിയിരുന്ന് ഫയൽ നോക്കുന്ന മുഖ്യമന്ത്രി, അതിരാവിലെ അതിൽ തുടർ നീക്കങ്ങൾ നടത്തുന്ന സെക്രട്ടറി. സെക്രട്ടേറിയറ്റിലെ മറ്റു മേശകളിലേക്ക് 1 മിനിറ്റ് വ്യത്യാസത്തിൽ ഫയലോട്ടം. അഭിനന്ദിച്ചേക്കാം. വിമർശിച്ചാൽ ഓരോ ഫയലും ഓരോ ജീവിതമെന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ അതേ നയമാണെന്ന് പറയും. പക്ഷേ സാധാരണക്കാരന്റെ ജീവിതമല്ല, കുത്തക മദ്യ കമ്പനിയുടെ ലാഭക്കണക്കെഴുതിയ ഫയൽ എല്ലാവരും തള്ളിപ്പറഞ്ഞു. കൂടിയാലോചനയില്ല എന്നും അറിഞ്ഞില്ല എന്നും തള്ളിപ്പറഞ്ഞു. തിരുത്തുമോ സർക്കാർ, അതോ ഞാൻ ഭരണം? സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക്. നമ്മളോടൊപ്പം അതിഥികൾ: കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, CPM-ൽ നിന്ന് ശ്രീ ജേക്സി തോമസ്, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ രാജു പി നായർ, ഈ വിഷയം, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അത് അനുവദിക്കാതിരുന്നത് എന്തിനാണ്? നമുക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലം ഒരടിയന്തര പ്രമേയമെങ്കിലും അവതരിപ്പിക്കൂ എന്ന് നിങ്ങളെ പരിഹസിച്ചിരുന്നു അന്നത്തെ ഭരണപക്ഷം. ഇന്നിപ്പോൾ അവർ അടിയന്തര പ്രമേയമായി പരിഗണിക്കണമെന്നും സർക്കാർ സഭ അത് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. എന്തിനു അനുവദിക്കാതിരിക്കണം? അല്ല, ഏത് വിഷയത്തെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം കൃത്യമായിട്ടൊന്ന് പറയാമോ? ശ്രീ രാജു പി നായർ. അല്ല, ഏത് വിഷയത്തെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം? എന്താണ് അങ്ങേക്കതിൽ സംശയം? അല്ല, എന്ന് വെച്ചാൽ അവതരിപ്പിച്ച ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിനെ സംബന്ധിച്ചല്ലേ വിഷയം? അല്ലേ? അതെ അതെ, പറയൂ. അപ്പൊ ഇന്നലെ മുതൽ കേരളത്തിന്റെ നിയമസഭയിൽ നടക്കുന്ന ചർച്ച എന്താണ്? ബജറ്റ് ചർച്ചയല്ലേ നടക്കുന്നത്. ബജറ്റിലെ നിർദ്ദേശത്തിന് ബജറ്റ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഇടത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ തലയ്ക്ക് വെളിവുള്ളവരൊന്നും അത് നടക്കില്ല. രണ്ടാമത്തെ കാര്യം, അത് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടല്ല, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എങ്ങനെയാണ് ബജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശത്തെ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം? ബജറ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കും, ബജറ്റ് അംഗീകരിച്ചിട്ടില്ലല്ലോ, ബജറ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്തിനാണ് ഈ നാടകങ്ങൾ കളിക്കുന്നത്? ഞാൻ പറഞ്ഞതേ, അശ്ലീലമായിട്ട് മാറാവോ പ്രതിപക്ഷം? ഇവരുടെ 2022-23 വർഷത്തെ നയം എന്താണ്? കോൺഗ്രസിന്റെ നയം അവിടെ നിൽക്കട്ടെ, ഇവരുടെ നയം എന്താണ്? ആ നയം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആ നയത്തിൽ ഇവർ കൃത്യമായിട്ട് പറയുകയാണ്, അവർ ഈ നയത്തിൽ പറയുകയാണ്, സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തി ഉദയഭാനു കമ്മീഷൻ വീര്യം കൂടിയ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്ന് വീര്യം കുറഞ്ഞ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിൽ വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വീര്യം 42.86%. ഇതോടൊപ്പം തന്നെ 20% BV വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ CPM-ന്റെ മദ്യനയം അല്ലെങ്കിൽ LDF-ന്റെ മദ്യനയം, ആ മദ്യനയത്തിൽ എഴുതി വച്ചിരിക്കുന്നതിൽ നിന്ന് തെറ്റായിരുന്നു, ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് CPM പറഞ്ഞതിനു ശേഷം ഈ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് മാന്യതയുണ്ട്, ഇല്ലേ? ഞാൻ പറയുന്ന 1 മാസം മുമ്പ് ഇവരുടെ സർക്കാരിന്റെ നയമായിരുന്നില്ലേ? പുതിയ നിങ്ങളുടെ നയം എന്തായിരുന്നു? ആ സമയത്ത് നിങ്ങളുടെ നയം എന്തായിരുന്നു? ഇതേ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് ടാക്സ് കുറയ്ക്കുന്നതിൽ നിങ്ങളുടെ നയം എന്തായിരുന്നു? അത് വളരെ കൃത്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, വളരെ കൃത്യമാണ്. ഇതിനകത്ത് സർക്കാരുകൾ തുടർച്ചയാണ്. സർക്കാർ തുടർച്ചയുടെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള നികുതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ അത് ബജറ്റിൽ ഉൾക്കൊള്ളിക്കാനും മന്ത്രിസഭയിൽ വെക്കുന്നതിനും വേണ്ടി കഴിഞ്ഞ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിനനുസരിച്ച് പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ആ കാറ്റഗറിയിൽ ഒരു ടാക്സ് ഫിക്സ് ചെയ്യാതിരിക്കുകയായിരുന്നു. അടിസ്ഥാനപരമായ പിഴവാണ്. ഒരു സർക്കാർ ഒരു ബജറ്റിൽ എന്താണ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അതൊരു ബജറ്റ് രഹസ്യമാണ്. അങ്ങയുടെ ആഭ്യന്തരമന്ത്രി അടക്കം ഇന്ന് പറഞ്ഞത് ബജറ്റിൽ ഉൾക്കൊള്ളുന്ന കാര്യം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉണ്ടെങ്കിൽ അവർ മാത്രമേ അറിയൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് LDF അത് ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയാൻ കഴിയുക? എന്താ മാധു കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം. ബജറ്റ് നിർദ്ദേശം എന്നല്ലേ ഞാൻ പറഞ്ഞത്?
മന്ത്രിസഭയിൽ വെക്കാനും ബജറ്റ് നിർദ്ദേശമല്ലേ പറഞ്ഞത്? ബജറ്റിനകത്തുള്ള ഇതാണോ പറഞ്ഞത്? അല്ല, ബജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയും. ബജറ്റിൽ ഉൾപ്പെടുത്താൻ പദ്ധതി ഉണ്ടായിരുന്നല്ലേ അങ്ങ് പറഞ്ഞത്? ഞാൻ കേൾക്കട്ടെ, അതാണല്ലോ പറഞ്ഞത്. ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മന്ത്രിസഭയിൽ വെക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ ഇറക്കിയ ഉത്തരവുണ്ട്. ബജറ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി മന്ത്രിസഭയിലേക്ക് വെക്കുന്നതിന്, ഇതിനെ സംബന്ധിച്ച് ടാക്സ് ഫിക്സ് ചെയ്യുന്നതിന്. ടാക്സ് ഫിക്സ് ചെയ്യാതെ പ്രത്യേകമായിട്ട് നിൽക്കുന്നതിനകത്ത് ഒരു മാസം പ്രായമായ സർക്കാർ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ബജറ്റ് കേൾക്കട്ടെ, ഉത്തരവ് ഞാൻ എടുത്തു തരാം. ആ ബജറ്റിൽ അതിന്റെ പ്രഖ്യാപനം കൊണ്ടുവന്നു, അതിന് ടാക്സ് ഫിക്സ് ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മദ്യനയം രൂപീകരിച്ചിട്ടില്ല. സർക്കാരിൽ ഇന്ന് കേരളത്തിൽ നിലവിൽ നിൽക്കുന്നത് കഴിഞ്ഞ സർക്കാർ അംഗീകരിച്ച മദ്യനയമാണ്. UDF മാറി അധികാരത്തിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ കഴിഞ്ഞ സർക്കാർ അംഗീകരിച്ച മദ്യനയമാണ് നിൽക്കുന്നത്. ആ കഴിഞ്ഞ സർക്കാർ അംഗീകരിച്ച മദ്യനയത്തിലാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ടാക്സേഷൻ ഉണ്ടാക്കണമെന്നും ഒരു സ്ലാബ് ഉണ്ടാക്കണമെന്നും അതിന് എന്നാൽ ഇവർ ടാക്സ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്തിരുന്നില്ല. ശരിയല്ല, കഴിഞ്ഞ സർക്കാർ ആ തീരുമാനങ്ങളൊക്കെ എടുത്തപ്പോൾ അത് അഴിമതിയാണ് എന്നും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അത് അഴിമതിക്ക് വേണ്ടി വഴിവെക്കുന്നതാണ് എന്നും പറഞ്ഞതല്ലേ നിങ്ങൾ? അതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് പിന്നോട്ട് പോയിക്കൂടെ? കഴിഞ്ഞ സർക്കാരിന്റെ എല്ലാ നയങ്ങളും അല്ല തങ്ങളുടേത് എന്ന നയപ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ മദ്യനയം ഞങ്ങൾ രൂപീകരിക്കുമ്പോ ഇനി ഇത് മുഴുവനായിട്ട് ഇല്ലാതെയാക്കണോ? അതല്ലെങ്കിൽ ഇതിനകത്ത് ബാറുകൾ മുഴുവൻ അടച്ചു കളയണോ? അല്ലെങ്കിൽ പരിമിതപ്പെടുത്തണോ? ഇതെല്ലാം ഞങ്ങളുടെ മദ്യനയത്തിൽ വരുള്ളൂ. ഇപ്പൊ നടക്കുന്ന എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഡിസിഷന്റെ ഭാഗമായിട്ടുള്ളതിനെ നിങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്ന UDFന്റെ മദ്യനയം രൂപീകരിച്ചിട്ടില്ലെന്നേ. UDFന്റെ ഗവൺമെന്റ് വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. അതിൽ ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള മറ്റു തീരുമാനം വന്നത് 10-20 ദിവസം പോലും. മദ്യനയവുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. ഇനി ശ്രീ രാജു പി നായർ, ബജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ക്യാബിനറ്റിന്റെ, എനിക്കതിന്റെ പ്രോസസ് എനിക്ക് വ്യക്തമായില്ല. ബജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ക്യാബിനറ്റിൽ സമർപ്പിക്കാൻ വേണ്ടി പുറത്തിറക്കിയ ഉത്തരവ് അതങ്ങൊന്ന് പറഞ്ഞു തരാമോ? ബജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ക്യാബിനറ്റിലേക്ക് ഉത്തരവ് കൊടുക്കുന്ന രീതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബജറ്റിൽ ഉൾപ്പെടുത്താന്ന് വെച്ചാൽ അതിനകത്ത് ഈ ഇത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഈ ക്യാബിനറ്റ് മീറ്റിംഗിൽ വെക്കുന്നതിനും അതിനകത്ത് ടാക്സ് ഫിക്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഞാൻ എടുത്തു തരാം. ഇല്ല എന്ന് പറയട്ടെ, ജെയ്സി തോമസ് ഇല്ല എന്ന് പറയട്ടെ. അങ്ങനത്തെ ഉത്തരവ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നയം ഉണ്ടായിരുന്നില്ല. ബജറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റിൽ വെക്കാൻ വേണ്ടി ഒരു ജിയോ പുറത്തിറങ്ങുമോ? ഉത്തരവ് എന്ന് പറഞ്ഞാൽ സാങ്കേതികമാണ്, നോട്ടാണ്. ഉത്തരവല്ല, നോട്ടാണ്. ആ നോട്ട് അതിനകത്തുണ്ടായിരുന്നു. ആ നോട്ട് ഞങ്ങൾ പുറത്തേക്ക് വിടാം. ഇനി എവിടെ നിന്നുണ്ടായാലും ആ നോട്ട് ഞങ്ങൾ പുറത്തേക്ക് വിടാം. അതെല്ലാം ഞങ്ങൾ പുറത്തുവിട്ട് തരാം. അക്കാര്യങ്ങൾ പഠിക്കട്ടെ, ഇവർ കുറച്ചുകൂടി അങ്ങ് മെഴുകട്ടെ. ഞാൻ ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം ഞാൻ പറയട്ടെ. നോക്കൂ മാധു, ഞാൻ ചോദിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിന് ഒന്ന് ജെയ്സി തോമസ് ഉത്തരം പറയണം. ഈ കേരളത്തിൽ നിലവിൽ നിൽക്കുന്ന മദ്യനയം ആരുടെ മദ്യനയമാണ്? ആ മദ്യനയത്തിൽ 20% കീഴിലുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നും അത് മദ്യവർജനത്തിന് ആവശ്യമാണെന്നും ആ നയത്തിൽ എഴുതി വെച്ചിരുന്നത് ആരാണ്? അതിന് പ്രത്യേകമായ ടാക്സ് അത് പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തണമെന്നുള്ളത് തീരുമാനമെടുത്തത് ആരാണ്? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഒറ്റ ക്വസ്റ്റ്യൻ കൂടി എനിക്ക് അങ്ങോട്ടുള്ളൂ. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് കുറയ്ക്കാമെന്ന തീരുമാനം എടുത്തിട്ടുണ്ടോ? എന്റെ മുന്നിൽ വന്നിരിക്കുന്ന നിയമസഭാ രേഖ അനുസരിച്ച് അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. ടാക്സ് കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. ടാക്സ് കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? ടാക്സ് കുറയ്ക്കാനുള്ള പ്രത്യേക വിഭാഗത്തിൽ ടാക്സ് നിശ്ചയിച്ചു കൊടുക്കണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നത്. ടാക്സ് നിർത്തി കഴിഞ്ഞാൽ അതിന് ടാക്സ് നിശ്ചയിച്ചു കൊടുക്കണ്ടേ? കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? അത് ബജറ്റിലാണ് എടുക്കുന്നത്. അത് ബജറ്റിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഇതിനു മുൻപ് ഇടക്കാല ബജറ്റ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചല്ലോ, അതിലുണ്ടോ? കേക്കൂ മാധു, പുതിയ സർക്കാർ ഈ ഇതെടുക്കുമ്പോൾ അതിനകത്ത് നികുതി വരുമാനത്തിൽ നികുതി നിശ്ചയിച്ചു കൊടുക്കേണ്ട ബജറ്റാണ്. ആ ബജറ്റിൽ ഞങ്ങളത് ഫിക്സ് ചെയ്ത് കൊടുത്തു, ഇല്ലേ? അത്രയല്ലോ സംഭവിച്ചിട്ടുള്ളൂ. അല്ല, അതിന് ആധികാരികമായി സർക്കാർ ആദ്യം പറഞ്ഞു ഉത്തരവുണ്ടാക്കി, പിന്നെ പറഞ്ഞു നോട്ടുണ്ടാക്കി, പിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഉത്തരവ്, പിന്നെ പറഞ്ഞു ടാക്സ് കുറച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നുണ്ടോ?
പ്രത്യേകമായ സ്ലാബ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാധു പറയുമോ? അല്ല, അങ്ങ് പറഞ്ഞത് അതിനുള്ള ടാക്സ് കുറച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തു എന്നാണ്. സ്ലാബ് ഉണ്ടാക്കിയില്ലെന്ന് ഞാൻ എന്തിനു പറയണം? അല്ല, ടാക്സ് സ്ലാബ് ഉണ്ടാക്കിയിട്ടില്ല. ടാക്സ് സ്ലാബ് ഉണ്ടാക്കിയിട്ടില്ല. പ്രത്യേക വിഭാഗം മാധു പ്രത്യേക വിഭാഗമായിട്ട് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ടാക്സ് തീരുമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മാധു ഒന്നുകൂടി കേട്ടു നോക്ക്. ഞാൻ പറഞ്ഞു പ്രത്യേക വിഭാഗമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അതിന് ടാക്സ് നിശ്ചയിച്ചു കൊടുക്കണം. ആ സ്ലാബ് ഇത് തന്നെയാണെന്നേ. 20% കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം പ്രത്യേക സ്ലാബായിട്ട് പരിഗണിക്കുകയാണ്. അത് തന്നെയല്ലേ പറയുന്നത്. നിങ്ങൾ ഈ വാക്കുകളെ കയറി പിടിക്കല്ലേ? അയ്യോ, ഇതൊക്കെ വളരെ സാങ്കേതികമായി പറയുന്ന ഒരു കാര്യമാണ്. സ്ലാബ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു പ്രത്യേക ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള പ്രത്യേക അളവ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു വിഭാഗത്തിന് ഒരു ടാക്സ് സ്ലാബ് നിശ്ചയിക്കുക എന്നതാണ്. സ്ലാബ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഓരോന്നിനും സാങ്കേതികമായ പദമുണ്ട്. അതിൽ കയറി പിടിക്കില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സാങ്കേതികമായ കാര്യം വിശദീകരിക്കുക? ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജേക്സി തോമസ്, പ്രതിപക്ഷത്തിന് തലയ്ക്ക് വെളിവില്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, നിങ്ങളൊരു രാഷ്ട്രീയ അശ്ലീലമാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത്. ഉത്തരവിറക്കിയിട്ടുണ്ടോ? ടാക്സ് സ്ലാബ് നിശ്ചയിച്ചിട്ടുണ്ടോ? ജിയോ പുറത്തിറക്കിയിട്ടുണ്ടോ? നോട്ടെങ്കിലും ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പല പ്രയോഗങ്ങളുണ്ട്. എനിക്കൊന്ന് പ്രതികരിക്കാൻ അങ്ങ് അവസരം നൽകിയാൽ മതി. അദ്ദേഹത്തിന്റെ അത്ര സമയം എനിക്ക് വേണ്ടതാണ് കേട്ടോ. അദ്ദേഹം പറയുന്നു എന്താ പ്രതിപക്ഷത്തിന് തലയ്ക്ക് വെളിവുണ്ടോ എന്നുള്ളത്. ആ ചോദ്യം യഥാർത്ഥത്തിൽ ആങ്കർ എന്ന നിലയിൽ അങ്ങ് സത്യസന്ധമായി ഒന്ന് ആലോചിക്കുക. അത് പ്രതിപക്ഷത്തിനെതിരെയുള്ള ചോദ്യമാണോ? ഈ തീരുമാനത്തെ, ഈ ബഡ്ജറ്റ് നിർദ്ദേശത്തെ പച്ചയായി തള്ളിപ്പറഞ്ഞ് കത്തയച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനെതിരെ ഇതിനോടകം രംഗത്ത് വന്നിട്ടുള്ളത് പിണറായി വിജയനും പ്രതിപക്ഷവും മാത്രമല്ലല്ലോ. ഞങ്ങളോടൊപ്പം ഞങ്ങളെക്കാൾ മുമ്പ് തന്നെ അതിനെതിരെ രംഗത്ത് വന്നതിൽ കേരളത്തിലെ സീറോ മലബാർ സഭയുണ്ട്. കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം, സീറോ മലബാർ സഭ, ഇതിനെ എതിർത്ത സീറോ മലബാർ സഭയുടെ തിരുമേനിമാർക്ക് തലയ്ക്ക് വെളിവുണ്ടോ എന്നുള്ളതാണോ? മുസ്ലിം ലീഗിന്റെ നേതാവ് സമസ്തയുടെ ആരോപണം. അതെ, അടിയന്തര പ്രമേയത്തിന്റെ പ്രശ്നം എന്താണ്? അങ്ങ് കോൺഗ്രസ് പ്രതിനിധിയോടെങ്കിലും ഈ കാര്യത്തിൽ കാണിച്ച ഒരു സമീപനം എന്റെ ആദ്യത്തെ വാചകത്തിൽ തന്നെ അങ്ങ് ഇടപെട്ട് ഇല്ലാതാക്കുകയാണ്. കോൺഗ്രസ്സുകാരന് കൊടുത്ത ആനുകൂല്യമെങ്കിലും എനിക്ക് നൽകണം. അതൊരു അവകാശം, ഒരു ഔദാര്യമല്ല, മറിച്ച് അതൊരു അവകാശമാണ്. എന്താണ് അടിയന്തര പ്രമേയത്തിന്റെ കാരണം? നമ്മുടെ നാട്ടിൽ മിൽമ പാലിന് പോലും 4 രൂപ വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള കേരളത്തിലെ അഭിനവ ഗവൺമെന്റ്, കോൺഗ്രസ് സർക്കാർ യാതൊരു മടിയും കൂടാതെ 251% നികുതി നിരക്കുണ്ടായിരുന്ന കേരളത്തിലെ മദ്യത്തിന്റെ നിരക്ക് 120ലേക്ക് താഴ്ത്താൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധം നിയമസഭ നടക്കുമ്പോൾ അടിയന്തര പ്രമേയമായി സ്വാഭാവികമായി സ്പോണ്ടേനിയസ് ആയി വരും. ആ പ്രതിഷേധം നിയമസഭാ അംഗമല്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ സീറോ മലബാർ സഭയുടെ നേതാക്കന്മാർ ഉന്നയിച്ചു, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉന്നയിച്ചു, സമസ്തയുടെ നേതാക്കന്മാർ ഉന്നയിച്ചു, KC വേണുഗോപാൽ ഒളിയം പെയ്തു, എക്സൈസ് മന്ത്രി തന്നെ അതിനെതിരെ പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രിയെ കാണുന്നു. VM സുധീരൻ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ അഹോരാത്രം വർത്തമാനം പറഞ്ഞ VM സുധീരൻ എന്ത് ചെയ്യുന്നു? നേരെ പോയി നമ്മുടെ KPCCയുടെ ഇതിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കത്തയക്കുന്നു. അയച്ച കത്ത് അദ്ദേഹം പുറത്തുവിടുന്നു. കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റിനെ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പരാജയപ്പെടുത്താനും UDFനെ വിജയിപ്പിക്കാനും അഹോരാത്രം ജോലി ചെയ്ത ബഹുമാനീയനായ സാംസ്കാരിക നായകൻ MN കാരശ്ശേരി ഈ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് ഇതൊരു ചതിയായി എന്ന് സ്വന്തം യൂട്യൂബിലൂടെ വിലപിക്കുന്നു. ഇവർക്ക് ആർക്കും തലയ്ക്ക് വെളിവില്ലേ എന്നാണോ കോൺഗ്രസ് പ്രതിനിധി ചോദിക്കുന്നത്? എനിക്കൊരു വിരോധമില്ല കേട്ടോ. അങ്ങയുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. കോൺഗ്രസിന് വേണ്ടി ജോലിയെടുത്ത M ലിജു മുതൽ VM സുധീരൻ മുതൽ KC വേണുഗോപാൽ മുതൽ സമസ്ത നേതാക്കന്മാർ മുതൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മുതൽ സീറോ മലബാർ സഭയുടെ ബിഷപ്പ് വരെ തള്ളിക്കളഞ്ഞ, പ്രതിപക്ഷവും ചേർന്ന് തള്ളിക്കളഞ്ഞ ഈ തീരുമാനത്തെ, ഈ എതിർത്ത ഈ നിർദ്ദേശത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ തലയ്ക്ക് വെളിവില്ലേ? അതിന്റെ ആകത്തുകയെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ തലയ്ക്ക് വെളിവില്ല എന്ന ചോദ്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനെതിരെ മാത്രമല്ല, ഈ തീരുമാനത്തെ തള്ളിക്കളഞ്ഞ തലയിൽ ആൾതാമസമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കുമെതിരെയാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ അദ്ദേഹം ഉപയോഗിച്ച 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായി. ഏത്? LDFന്റെ കാലയളവിൽ നികുതി കുറച്ചതിനെ സംബന്ധിച്ച്. അപ്പൊ ചോദിച്ചു ഡിസിഷൻ ഉണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങേയറ്റം പരിഹാസ്യമാണ്. ബഡ്ജറ്റിന്റെ നിർദ്ദേശങ്ങൾ തന്നെ വരുന്നത് തന്നെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ടാക്സിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് എങ്ങനെയാണ്? എത്രയോ ടീമുകൾ ഇതിനു വേണ്ടി അഹോരാത്രം ജോലിയെടുക്കുന്നു. എല്ലാ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മന്ത്രിമാരോടും. കാരണം എന്താണ്? ആർട്ടിക്കിൾ 166 റൂൾ ഓഫ് ബിസിനസ് ഇത് പ്രകാരം
ഏത് വകുപ്പിന്റെയും, അതായത് എക്സൈസ് ബിസിനസ് ആണെങ്കിൽ അത് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എക്സൈസ് വകുപ്പിനും അതിന്റെ ചുമതലയുള്ളത് എക്സൈസിന്റെ വകുപ്പ് മന്ത്രിക്കുമാണ്. അപ്പോ അതിനെ സംബന്ധിച്ചൊരു നികുതിപരമായ പരിഷ്കരണം നടത്തുന്നുണ്ടെങ്കിൽ റൂൾ ഓഫ് ബിസിനസ് അനുസരിച്ച് അതോടൊപ്പം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കളക്ടീവ് റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യണം? മന്ത്രിമാർ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ടില്ല എന്നല്ലേ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്? അങ്ങേക്ക് പ്രതിപക്ഷത്തെ വേണ്ടല്ലോ, മാധ്യമങ്ങൾ നിങ്ങൾക്ക് അപ്രിയരായ കാര്യങ്ങളായിരുന്നില്ലല്ലോ ഇത്രയും കാലം. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? എന്നിട്ട് പറയുകയാണ് ദി ക്യാബിനറ്റ് ഡിസിഷൻ ബജറ്റിന് മുമ്പ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഡിസിഷൻ അല്ല, ക്യാബിനറ്റ് ഉത്തരവല്ല, ക്യാബിനറ്റ് നോട്ടാണ്, നിങ്ങളൊരു വാക്കിൽ കയറി പിടിക്കേണ്ട എന്ന്. ഞാൻ പറഞ്ഞു ക്യാബിനറ്റ് ഉത്തരവും ക്യാബിനറ്റ് നോട്ടും ആ വാക്ക് നൽകുന്ന അർത്ഥതലം എന്താണ്? അജഗജാന്തര വ്യത്യാസമില്ലേ? പർവ്വതതുല്യമായ വ്യത്യാസം ഇല്ലേ? ആ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ വാക്കി കയറി പിടിക്കല്ലേ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അശ്ലീലം പറയുന്നു, മെഴുകുന്നു. ആരാണ് മെഴുകിയത്? ഈ ചർച്ചയുടെ തുടക്കം കണ്ട കോൺഗ്രസിൽ പോലും യുക്തിസഹമായി ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ, അവർക്കടക്കം ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇതിൽ ആരാണ് മെഴുകിയത്. അതിന്റെ എണ്ണമറ്റ അനുഭവങ്ങൾ ഞാൻ പറയണോ? PM ശ്രീ മുതല് ദേവസ്വം ബോർഡ് പ്ലീഡർ നിയമനം മുതല് സഹോദരി ഭർത്താവിനെ അഡീഷണൽ PSI തീരുമാനിച്ചത് മുതല് എത്രയെത്ര മെഴുകലുകൾ ഇതിനോടകം നമ്മുടെ നാട്ടിലെ സർക്കാർ നടത്തി. എന്നിട്ട് പറയുകയാണ് അശ്ലീലം പറയും. ആരാണ് അശ്ലീലം പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളുടെ കാലങ്ങളെ പോലെ ഈ പകർച്ചവാദികൾ വന്നപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ നോക്കി തോമസ്, അത് നിങ്ങളുടെ മദ്യനയത്തിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ്. 3 ദിവസമായി ഡിസ്കസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്, 3 ദിവസമായി ഉന്നയിക്കപ്പെടുന്ന കാര്യവുമാണ്. എന്നിരുന്നാലും അതിലൊരു പോയിന്റുണ്ട്. 2022 മദ്യനയത്തിൽ എഴുതി വെച്ച കാര്യം തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കണം, അതുവഴി വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കണം എന്നുള്ളത് നിങ്ങളുടെയും നയമായിരുന്നു, അവരുടെയും നയമാണ് എന്ന്. ശരിയാണ്, അവരുടെ നയം വന്നിട്ടില്ല, ബജറ്റാണ് വന്നത്. എന്നാലും അത് നിങ്ങളുടെ നയം പിൻപറ്റിയുള്ളതാണ് എന്ന് പറയാം. അതെ അതെ, അത് വളരെ രസകരമായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 2023 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെക്കാഡി കമ്പനി കേരളത്തിലെ സർക്കാരിന് ഈ പറയുന്ന വീര്യം കുറവുള്ള മദ്യത്തിന് ബെക്കാഡി ഫീസർ പോലെയുള്ള മഹാരാഷ്ട്രയിലും മറ്റും കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ AI പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. റെഡി ടു ഡ്രിങ്ക് ആണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ബെക്കാഡി ഫ്രീസർ പോലെയുള്ള 4 to 6% ആൽക്കഹോൾ ക്വാണ്ടിറ്റിയുള്ള മദ്യം നിർമ്മിച്ച് അതിന്റെ വിപണനം നടത്തുന്നതിനായി നികുതി കുറച്ചു നൽകണമെന്ന കത്ത് 2023 ഫെബ്രുവരി മാസം 7-ാം തീയതി ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി, ടാക്സ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം കണ്ടു. ആ കണ്ടിട്ടോ അനങ്ങിയിട്ടില്ല രത്തം കേൾക്കറ. എന്തുകൊണ്ട് അനങ്ങിയിട്ടില്ല? തൊട്ടുപോകരുത് എന്ന രാഷ്ട്രീയ നിശ്ചയദാർഢ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളുടെ സമയം വന്നപ്പോഴോ 2.5 മണിക്കൂർ കൊണ്ട് 3 വർഷമായി കർണാടകയിലെ മദ്യലോബിക്ക് വേണ്ടിയുള്ള ടാക്സ് ഇളവിന്റെ കടലാസ് LDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അനങ്ങാതെ ഫ്രീസ് ചെയ്യപ്പെട്ടത് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴോ 2.5 മണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. എങ്ങനെ എത്തി? സർക്കാർ ഭരിക്കുന്നത് പാലും വെള്ളവും കുടിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അവർക്ക് 4-5 രൂപ നികുതി വർദ്ധിപ്പിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? കർണാടകയിലെ മദ്യലോബിക്ക് നികുതി കുറവ് ചെയ്യാനുള്ള എത്ര ശതമാനമാണ്? 130% മേലെ ഒറ്റയടിക്ക് ടാക്സ് കുറയ്ക്കാനുള്ള നിർദ്ദേശം 2.5 മണിക്കൂർ കൊണ്ട് ഈ വകുപ്പ് മേധാവികൾ കണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു. ഒറ്റ ദിവസം കൊണ്ട് അത് ബജറ്റ് നിർദ്ദേശമായി മാറുന്നു. എന്തൊരു വേഗത! എങ്ങനെ എത്തി? ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? മെഴുകിയെന്നൊന്നും ഞാൻ പറയില്ല. മെഴുകലെന്നോ ചൈന പ്രതിഷ്ഠമെന്നോ മറ്റെന്തും ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ, ഞാൻ ആക്ഷേപിക്കില്ല. പക്ഷെ അങ്ങ് മറുപടി പറയണം. എങ്ങനെ ഇതെങ്ങനെ എത്തി? കഴിഞ്ഞ 3 വർഷക്കാലം അനക്കമില്ലാതിരുന്ന ഫ്രീസ് ചെയ്യപ്പെട്ട ഫയല് അതേ ഉദ്യോഗസ്ഥൻ CM-ന്റെ ഓഫീസിലെത്തിയപ്പോൾ എങ്ങനെ 2.5 മണിക്കൂർ കൊണ്ട് ബഡ്ജറ്റ് അലോക്കേഷൻ എന്നതുപോലെ ബഡ്ജറ്റ് തീരുമാനമായി? ഇനി അത് ഫിനാൻസ് ബില്ലിലാണല്ലോ അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ബഡ്ജറ്റ് നിർദ്ദേശം വരില്ലല്ലോ. ബഡ്ജറ്റ് നിർദ്ദേശം നയവും തമ്മിൽ സമീകരിക്കാൻ പറ്റുന്നതാണോ? പോളിസി വേറെ, ബഡ്ജറ്റ് തീരുമാനം വേറെ. പിന്നോട്ട് പോകുമോ എന്നതാണ് അറിയാനുള്ളത്. എല്ലാവരും തന്നെ തള്ളിപ്പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അറിഞ്ഞിട്ടില്ല, അറിയേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞെങ്കിലും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീ എം ലിജുവിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തലയും അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും കൃത്യമായി അത് മുഖ്യമന്ത്രിയുടെ മാത്രം തീരുമാനം, മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞ കാര്യം എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രതികരണം ഉണ്ടായത്. പരസ്യമായി തന്നെ ഈ കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കണമെന്ന് പറയുന്നു KC വേണുഗോപാൽ. സമസ്ത, സഭകൾ, ഇങ്ങനെ എല്ലാവരും, ലീഗ് തങ്ങളടക്കമുള്ളവരെല്ലാവരും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്യുന്നു. എത്ര ദൂരം തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയും? നോക്കൂ ശ്രീമതി മാധു, ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് CPM പറയുന്ന അഭിപ്രായ ഭിന്നതയല്ല.
ഇതിൽ ശ്രീ VM സുധീരൻ പൊതുവേ മദ്യവിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ മാത്രമല്ല, മദ്യത്തിൻ്റെ എതിരായ ഒരു പ്രക്ഷോഭത്തിനും മദ്യവിരുദ്ധ സമിതിക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് സുധീരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് രാഷ്ട്രീയമായ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നയമാറ്റത്തെക്കുറിച്ചായിരിക്കും. രണ്ടാമത്തെ കാര്യം CPM പറയുന്ന അഴിമതിയാണ്. അതായത് എന്ത് കിട്ടി, ഇവരെല്ലാവരും ചോദിക്കുക എന്ത് കിട്ടി സതീശന്? കർണാടക ലോബി, ലിജു അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ലിജു പറഞ്ഞിട്ടില്ല, അതോടെ നിൽക്കട്ടെ. കർണാടക ലോബി അഴിമതി, ഇതിങ്ങനെ പറയുമ്പോഴെന്തായാലും ജനം വിശ്വസിക്കുക. എന്താ കാരണം എന്നറിയാമോ? ഈ മദ്യത്തിലൂടെ അഴിമതി നടത്താം എന്ന് വിളിച്ചു പറഞ്ഞ CPM-ആണ്. ബാർക്കോഴ കേസിൽ KM മാണി സാറിനെതിരെ ഇവർ കൊണ്ടുവന്ന കുറേ കേസുകൾ അവസാനം പറഞ്ഞു മാണി സാർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസ്യത CPM അവിടെ നഷ്ടപ്പെടുത്തി. പിന്നെ കരിമണൽ അവർ പറയുന്നത് അഴിമതി. പോകുന്നത് ഈ കാര്യം തന്നെ അഴിമതിയാണ് എന്ന് പറഞ്ഞയാളുടെ പേര് VD സതീശൻ എന്നാണല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വരുന്നു. LDFൻ്റെ കാലത്ത് CPM-ൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും CPI-യുമായിട്ട് ആലോചിച്ചിട്ടില്ല. അതായത് ഈ ഒരു വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ LDF 2023-24 തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിൽ അവർ ടാക്സ് ചെയ്യാതെ, നികുതി തീരുമാനിക്കാതെ വിൽക്കാനായിട്ട് മാത്രം ഉണ്ടാക്കി വിൽക്കാൻ തീരുമാനിച്ചു. ഈ ഉണ്ടാക്കി വിൽക്കാൻ തീരുമാനിച്ചൊന്നും പുതുമയുള്ള കാര്യമല്ല. കാർഷിക സർവകലാശാല 1980-കളിലെ കശുമാങ്ങയിൽ നിന്ന് ഇതുപോലെ നീരെടുത്തിട്ട് അവസാനം മദ്യ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് വിറ്റില്ല. പിന്നെ അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനുശേഷം പിന്നെ പൈനാപ്പിളിൽ നിന്നൊക്കെ കാർഷിക സർവകലാശാല ഇതുപോലെ വീര്യം കുറഞ്ഞ, അതായത് വൈൻ ഉണ്ടാക്കി. അത് നിള വൈൻ എന്നതിന് പേരിട്ടത് പിണറായി വിജയൻ്റെ കാലത്ത്, CPM-ൻ്റെ ഭരണകാലത്ത് തന്നെയാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ വീര്യം കുറഞ്ഞ മദ്യ സ്പിരിറ്റിലാണോ നിർമ്മിക്കുന്നത്? അത് ആരാ അപേക്ഷ കൊടുത്തത്? ഒരു ബെക്കാടി എന്നുള്ള കമ്പനി അപേക്ഷ കൊടുത്തു. അപ്പോൾ സതീശൻ എന്ത് കിട്ടിയെന്ന് അഴിമതി ഉന്നയിക്കാൻ ഇവർ. സതീശൻ പറഞ്ഞത് LDFൻ്റെ കാലത്ത് ഇത് അഴിമതി ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് സതീശൻ പറഞ്ഞു. UDFൻ്റെ കാലത്ത് എക്സൈസിന് വരുമാനം ഉണ്ടാക്കാനാണിത്, അഴിമതി ഉണ്ടാക്കാനല്ല. എക്സൈസ് എന്ന് പറയുന്ന വകുപ്പ് എന്തിനാ? ഭരണഘടനാ പ്രകാരം എക്സൈസ് എന്ന വകുപ്പ് മദ്യത്തിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനുള്ള വകുപ്പാണ്. ആ വകുപ്പിന് വരുമാനം ഉണ്ടാക്കാനാണ് VD സതീശൻ ഈ ടാക്സ് നിശ്ചയിച്ചത്. CPM-ന്റെ കാലത്ത് അവർ ടാക്സ് നിശ്ചയിക്കാൻ തീരുമാനിച്ചത് അഴിമതിക്ക് വേണ്ടിയാണെന്ന് VD സതീശൻ പറഞ്ഞു. വ്യത്യാസമുണ്ട്. ഒന്ന് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും, മറ്റൊന്ന് സ്പിരിറ്റിൽ നിന്നുമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഇനി 600 കോടിയുടെ നഷ്ടം വരും എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥരടക്കം റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് LDF അത് നടപ്പിലാക്കാതിരുന്നത് എന്ന് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ലാഭം ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നു. കൂടുതൽ ടാക്സ് കിട്ടുമ്പോഴാണോ കുറവ് ടാക്സ് കിട്ടുമ്പോഴാണോ ലാഭം ഉണ്ടാവുക? നോക്കൂ ശ്രീമതി മാധു, ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കൂ. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് വരുമാനം ഉണ്ടാക്കാനായിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് 120% ടാക്സ് തീരുമാനിക്കുന്നു. ഇതിൽ അഴിമതി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഴിമതി എങ്ങനെ ചെയ്തു എന്ന് വ്യക്തമാക്കാൻ CPM-ന് പറ്റണം. അവർ വെറുതെ കണ്ണടച്ച് പറയുക അഴിമതി എത്ര കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എന്താ VD സതീശൻ ആരുടെയോ കമ്പനിക്കാരുടെയോ നിന്ന് പണം മേടിച്ച് ചെയ്തു എന്നല്ലേ അർത്ഥം? അവർക്ക് തെളിയിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, സ്ഥിരമുള്ളതാണ് മാറ്റി. നമുക്ക് 251% ടാക്സ് കിട്ടേണ്ടടുത്ത് അത്ര വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് ഒന്ന്. പിന്നെ ബക്കാടി എന്തുകൊണ്ടാണ് ബ്രീസർ കേരളത്തിലെ മാർക്കറ്റിൽ കൊണ്ടുവരാത്തത്? അവർക്ക് 251% ടാക്സ് കൂടി വന്നാൽ നഷ്ടമാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. അത് കുറച്ചു കൊടുക്കുമ്പോൾ ലാഭം ഉണ്ടാകുന്നത് അവർക്കാണ്. അപ്പൊ നമുക്കെങ്ങനെ ലാഭം ഉണ്ടാകുമെന്നാണ് കണ്ടെത്തൽ? നോക്കൂ ശ്രീമതി മാധു, ഇതൊക്കെ നമ്മൾ സ്ഥിരം ചർച്ച ചെയ്യുന്നതാണ്. ഇതിൽ ലാഭവും നഷ്ടവും, വീര്യം കുറഞ്ഞ മദ്യവും വീര്യം കൂടിയോ മദ്യവും കൂടുതൽ വിൽക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എക്സൈസിന് വരുമാനം ഉണ്ടാക്കാനാണല്ലോ എക്സൈസ് ഇരിക്കുന്നത്. VD സതീശൻ വരുമാനം ഉണ്ടാക്കാനല്ലേ ചെയ്തത്, അല്ലാണ്ട് ബെക്കാടി കമ്പനിക്ക് വരുമാനം ഉണ്ടാക്കാനാണ് ചെയ്തത്. അത് തന്നെ തെറ്റല്ലേ? ബെക്കാടി കമ്പനിക്കാണ് വരുമാനം. കിട്ടേണ്ടുന്ന വരുമാനം അയ്യോ ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന് വെച്ചുണ്ടാക്കുന്ന ലാഭം എങ്ങനെ? നോക്കൂ, എന്തുകൊണ്ടാണ് 251 രൂപയുടെ ടാക്സ് എന്തുകൊണ്ടാണ് LDF തീരുമാനിക്കാതിരുന്നത്? അക്കാലത്തെ ധനമന്ത്രി അക്കാര്യത്തിൽ അത് കുറയ്ക്കാൻ പറ്റില്ല എന്ന് എന്നൊരു വർത്തമാനം CPM-ൽ ഉണ്ടായിരുന്നു. പിന്നീട് അവർ തീരുമാനിച്ചു. ഇപ്പോൾ ഇതൊരു ചർച്ചയാക്കിയ വിവാദമാവും. തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത് 3 വർഷം മുമ്പ് ആരംഭിച്ചതാണല്ലോ. അപ്പോൾ തൽക്കാലം നമ്മൾ ജയിക്കും, 3-ാം വട്ടം അധികാരം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അന്ന് പെട്ടെന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലോ തുടർന്നുള്ള മാസങ്ങളിലോ ടാക്സ് കുറച്ച് കൊടുക്കാം.
ഇതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ അഴിമതി, ഞാൻ പറയുന്നത് ഇതിലത്തെ അഴിമതിക്കാരിയാണ്. മദ്യത്തിന്റെ വിൽപ്പനയും അതിന്റെ കുറവും കൂടുതലൊക്കെ വേറെ വിഷയമാണ്. ഇത് VD സതീശൻ അഴിമതി നടത്തുന്നവർക്ക് എങ്ങനെ പറയാൻ പറ്റും? എക്സൈസ് വകുപ്പിന് ലാഭം ഉണ്ടാക്കാനാണ് അവരത് ചെയ്താൽ അഴിമതിയാകുന്നത് എങ്ങനെയാണ്? പക്ഷെ നിങ്ങളുടെ നിലപാട് അന്നതായിരുന്നില്ല, അഴിമതി ആയിരുന്നു എന്ന് തന്നെയാണ്. ഇത് എങ്ങനെയാണ് അപ്പുറത്ത് വരുമ്പോൾ ഒന്നും ഇപ്പുറത്ത് വരുമ്പോൾ 9 ആകുന്നത്? നോക്കൂ ശ്രീമതി മാധു, ഞാൻ പറഞ്ഞ കേൾക്കൂ. അതായത് CPM ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അഴിമതി നടത്താനാണെന്ന് VD സതീശൻ അന്ന് ആരോപിച്ചിരുന്നു. അതവർ നടപ്പാക്കിയില്ല. ഇന്നിപ്പം VD സതീശൻ നടപ്പാക്കാനായിട്ട് ബജറ്റിൽ നിർദ്ദേശം വെച്ചു. അഴിമതിയാണ്, എത്ര കിട്ടിയെന്ന് അവർ ചോദിക്കുന്നു. അവർ തെളിയിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് തെളിയിക്കട്ടെ, വെറുതെ കാടടച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ആരുടെ താല്പര്യമാണ്? നയം രൂപീകരിച്ചിട്ടില്ല, സർക്കാർ അങ്ങനെ ഒരു നയത്തിലേക്ക് എത്തിയിട്ടില്ല. ആകെയുള്ള താല്പര്യം ബക്കാടി കമ്പനിക്കാണ്, വേറെ ആർക്കുമില്ല. ടാക്സ് എന്തിനു കുറച്ചു കൊടുക്കുന്നു? ആർക്ക് വേണ്ടി കുറച്ചു കൊടുക്കുന്നു? നമുക്ക് ലാഭം ഉണ്ടാക്കാനെന്ന് പറയില്ലേ? ടാക്സ് കുറച്ച് ലാഭം ഉണ്ടാകില്ല. ശ്രീമതി മാധു, അല്ല ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് ടാക്സ് കൂട്ടിക്കൊടുത്താൽ അവർ വരില്ലെന്ന് പറയുന്നത് ബെക്കാടി. അപ്പൊ ഇവരെന്താ പറയണത്? അവർക്ക് ടാക്സ് കൂട്ടിക്കൊടുക്കുന്നതുകൊണ്ട് കോൺഗ്രസിന് കാശ് കിട്ടുന്നു, അത് അഴിമതി. അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഫലത്തിൽ വരട്ടെ. 120% ടാക്സ് ഫിക്സ് ചെയ്തിട്ട് ഈ മദ്യം ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ജനങ്ങളുടെ മുമ്പിൽ വിപണനത്തിന് എത്തിയിട്ട് അവർ തീരുമാനിക്കട്ടെ. CPI എന്തായി? CPIയുടെ സംസ്ഥാന കമ്മിറ്റി അവർ തീരുമാനിച്ചില്ലല്ലോ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കാൻ. അവർ തീരുമാനിച്ച പഴച്ചാറ്. റിപ്പോർട്ടർ TV പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ബക്കാടി കമ്പനിയുടെ, ഒരു മിനിറ്റ്, ഈ ബക്കാടി കമ്പനിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയിലേക്കും മറ്റിടങ്ങളിലേക്കും ഈ ഫയൽ നീങ്ങിയ വേഗം എന്ന് പറയുന്നത് കണ്ടാൽ അതിശയിക്കുന്നതാണ്. പ്രകാശ വേഗമാണ്. അതിനപ്പുറം എന്ത് തെളിവ് വേണം സർ? തീർച്ചയായിട്ടും ഉണ്ടാവും, പ്രകാശ വേഗത ഉണ്ടാവും. കാരണം അത് എക്സൈസ് വകുപ്പ് എന്ന് വെച്ചാൽ ഭരണഘടനാ പ്രകാരം കള്ള് വിൽക്കാനുള്ള വകുപ്പാണ്. ആ വകുപ്പിലേക്ക് ഇങ്ങനെ ടാക്സ് കുറച്ചു കൊടുത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള മുൻ ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വിൽക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനം പെട്ടെന്നാക്കിയിട്ട് വേണം മറ്റ് വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്താം. 36-37% മദ്യത്തിൽ നിന്ന വരുമാനം. അത് വരുമാനം വരുമ്പോൾ അഴിമതിയാണെങ്കിൽ ടാക്സ് കുറച്ചു കൊടുത്ത് പണം വരില്ല, നഷ്ടമാണ് ഖജനാവിന് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം, നിപ്പയുടെ റിസൾട്ട് വന്നിട്ട് മണിക്കൂറുകൾ അറിയാതിരുന്ന സംവിധാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയത്. പിന്നെ എന്തിനാ മാധു? അല്ല ഞാൻ ചോദിക്കട്ടെ, 120% പിന്നെ എന്തിനാ ടാക്സ് നിശ്ചയിച്ചത്? അതാണ് എന്റെയും ചോദ്യം. എന്തിന് ടാക്സ് കുറച്ചു കൊടുക്കുന്നു? എന്റെയും ചോദ്യം അത് തന്നെയാണ്. അല്ല അത് ചോദ്യമല്ല. എന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ടാക്സ് കുറച്ച് കൊടുത്തിട്ട് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ചിട്ട് മദ്യ വിപണനം കൂട്ടിയിട്ട് എക്സൈസ് വകുപ്പിന് വരുമാനം ഉണ്ടാക്കുക. ഞാൻ ഒരൊറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ആ വരുമാനം കൊണ്ട് കേരളത്തിലെ യുവാക്കൾക്ക് ഒരുപാട് പദ്ധതികൾ വഴി, എന്നുവെച്ചാൽ കുറേ പദ്ധതികൾ സതീശൻ ദീർഘകാലാടിസ്ഥാനത്തിൽ ദൂരക്കാഴ്ചയോട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ പണം കണ്ടെത്തണം. CPM എന്താ ആവശ്യം അറിയോ? ഒരു പണവും കണ്ടെത്തരുത്. പഴയ കാലത്ത് അത് 57-ലെയും 60-ലെയും 70-ലെയും അവരുടെ മനസ്സിലിപ്പോൾ എന്താ അറിയോ? ഒരു പണവും കണ്ടെത്താൻ പാടില്ല, ഒരു വികസനവും നടപ്പാക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, പൊതുവിഭാഗങ്ങളെ ലാഭം കൊണ്ട് അവർക്കുണ്ടാക്കുന്ന ഭാവിയെ കുറിച്ച് UDFന്റെ നയം എന്താണ്? കാര്യം കൂടിയുണ്ട്. മാധു, ശ്രീമതി മാധു, ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റിൽ എടുക്കൂ. അതായത് കേരളത്തിലെ യുവാക്കൾക്ക് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിലേക്ക് പണം കണ്ടെത്താൻ പാടില്ലെന്നാണ് CPMന്റെ നിർബന്ധം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രാജു പി നായർ പറഞ്ഞല്ലോ, ബജറ്റ് ചർച്ചയിലെ അടിയന്തര പ്രമേയത്തിന് അവതരിപ്പിക്കണമെങ്കിൽ തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവർക്ക് ഈ വിഷയം കൊണ്ടുവരേണ്ടത്, ബജറ്റ് അല്ല വിഷയം. അവർക്കിങ്ങനെ എന്ത് കിട്ടി കർണാടക ഇതേ പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ പറയുന്നത് ഒരൊറ്റ വർഷം പോലും ഇവിടെ ടാക്സ് കുറയ്ക്കാത്തതിന്റെ പേരിൽ മദ്യ ഉപഭോഗത്തിൽ ഒരൊറ്റ വർഷം പോലും വരുമാനക്കുറവുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ടാക്സ് കുറച്ചു കൊടുത്തുകൊണ്ട് പുതിയ മദ്യം കൊണ്ടുവന്ന് ലാഭം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങ് പറയുന്നത് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. ക്ഷമിക്കണം അങ്ങനെ പറയുന്നത്. ഞാൻ വരാം അങ്ങിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഇല്ല അങ്ങേക്കത് വിശദീകരിക്കാൻ ഞാൻ വിശദീകരിച്ചു. മാധവ് അത് വഴിമാറ്റുക. ഞാൻ വിശദീകരിച്ചു. അതായത് ഞാൻ വിശദീകരിച്ച എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ എന്തായാലും മദ്യം വിൽക്കുന്നുണ്ട് എക്സൈസ്.
ആ മദ്യം വിൽക്കുമ്പോൾ അവർ ഏത് രീതിയിൽ നികുതി നിശ്ചയിച്ചാലും വീര്യം കൂടിയത് കൊടുത്താലും കുറഞ്ഞത് കൊടുത്താലും ശരി, ആ മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകുമ്പോഴല്ലേ അറിയുള്ളൂ എക്സൈസിന് ലാഭവും നഷ്ടമെന്ന്. അതിൽ അഴിമതി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ അഴിമതി നടത്തുന്നു, ആര് കാശ് വാങ്ങിച്ചെന്നു, ഏത് കമ്പനിയുടെ അപേക്ഷയിൽ ശരവേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഫയൽ നീക്കത്തിന്റെ രേഖകൾ മാത്രം കണ്ടാൽ കണ്ണു മഞ്ഞളിച്ചു പോകും സാർ. അത് മാത്രം കണ്ടാൽ മതി ഏതു സാധാരണ മനുഷ്യനും മനസ്സിലാകുന്നതിൽ നിക്ഷിപ്തമായ താല്പര്യമുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, മാധുവിന് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷെ മാധു മനസ്സിലായ കാര്യം, അതായത് CPM ലൈൻ എന്താണെന്ന് വെച്ചാൽ അല്ലല്ല, ഇത് LDF കൃത്യമായി ചർച്ച ചെയ്യാതെ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ CPM തീരുമാനിച്ചല്ലോ. CPM മദ്യം ചർച്ച ചെയ്തില്ലല്ലോ LDF. അങ്ങനെയാണ് CPM അറിയേണ്ടതല്ലേ. അവർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അവരുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ വിഷയം വെച്ചാൽ അവർ ഉണ്ടാക്കാൻ തീരുമാനിച്ചതിന് ടാക്സ് നിശ്ചയിച്ചില്ല. ടാക്സ് നിശ്ചയിച്ചാൽ പറഞ്ഞു കമ്പനിയെ സഹായിക്കാൻ വേണ്ടി കുറച്ച് കൊടുത്തു. കമ്പനിയിൽ നിന്നും മദ്യമല്ല, ഇത് വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ മാധു, അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ കാർഷിക സർവകലാശാല നിള എന്ന വൈൻ ഉണ്ടാക്കിയത് ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ. അതുപോലെ അല്ലാന്നറിയാം. അതുപോലെ കശുമാങ്ങയിൽ നിന്നും നീരുണ്ടാക്കിയത് അതുപോലെ അല്ലെന്നറിയാം. ഇതൊക്കെ കേരളത്തിൽ മദ്യ ലൈസൻസോട് ഉണ്ടാക്കിയതാണ്, കിട്ടാത്തതുകൊണ്ട് നിർത്തിയതാണ്. നമ്മുടെ ഈ തർക്കം എവിടെയും എത്തില്ല. അങ്ങനെ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയുന്നു, അങ്ങനെയാണെന്ന് പിന്നീട് അങ്ങ് പറയുന്നു. അത് എവിടെയും എത്തില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ വരാം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകാൻ മുമ്പ് ശ്രീ ജേക്കബ് ജോർജ്, ഈ കാര്യത്തിൽ കടുത്ത വിമർശനം VD സതീശന് കേൾക്കേണ്ടി വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തും നിന്നും കൂടിയാണ്. സാമുദായിക സംഘടനകളിൽ നിന്ന്, പാർട്ടി നേതാക്കളിൽ നിന്ന്, അതിനൊപ്പം പ്രതിപക്ഷത്തു നിന്നും എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും, പിന്നോക്കം പോകാതെ എന്നുള്ളതാണ്. ഈ ബജറ്റ് ചർച്ച കഴിയട്ടെ എന്ന് തൽക്കാലം ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി പോയാൽ ഈ പ്രതിപക്ഷത്തെ ആയിരിക്കില്ല കാണേണ്ടി വരിക. മാധു, പ്രഥമ ദൃഷ്ടിയ ഈ തീരുമാനമല്ല, ആ പ്രഖ്യാപനത്തിൽ ഒരു അപാകതയുണ്ട്. അത് ചില്ലറക്കാര്യമല്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ എത്രയും വേഗം മനസ്സിലാക്കും, അത് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതിനുള്ള പാകതയും ബുദ്ധിയും വളർച്ചയും ഒക്കെ VD സതീശനുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനെന്ത് വൈകുന്നു, എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം കേരളത്തിൽ ഒരു മാസ് എൻട്രി ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ്റെത്. മാസ് എൻട്രി എന്നൊക്കെ പറയുന്നത് സിനിമയിലൊക്കെ വരുന്ന പോലെയുള്ള എൻട്രിയാണ്. അതേപോലുള്ള ഒരു എൻട്രി നടത്തിയ VD സതീശന് ഈ ഒരു കൊച്ചി കാര്യത്തിൽ ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. ഇതൊരു പോളിസി പ്രശ്നമാണ്. എന്റെ കാര്യം അംഗീകരിച്ചാൽ ഈ പ്രശ്നം തീരും. അതോ ഇതൊരു പോളിസി വിഷയമാണ്. മദ്യം സംബന്ധിച്ച് മദ്യം കേരളത്തിൽ തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. അത്ര ലാഘവത്തോടുകൂടി ഈ മദ്യത്തെ തൊടാൻ പാടില്ല. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ചരിത്രത്തിൽ എത്രയോ ഏടുകളുണ്ട്, എത്രയോ കഥകളുണ്ട്. മദ്യം തൊടുന്നത്, മദ്യം ആപത്താണ്, കുടിക്കുന്നത് ആപത്താണ് എന്ന് പറയുന്നത് പോലെ തന്നെ മദ്യം രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അപകടം തന്നെയാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട VD സതീശന് കുഴപ്പം പറ്റിയത് അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി കുഴപ്പമൊന്നുമില്ല, ഇതങ്ങ് പൊക്കോളും എന്ന ഒരു ചിന്തയോടുകൂടി ഇത് ബജറ്റിൽ പ്രഖ്യാപിച്ചു. അതും എക്സൈസ് മന്ത്രിയോട് ആലോചിക്കാതെ. എക്സൈസ് മന്ത്രിയോട് ലിജുവിനോട് ആലോചിച്ചില്ല എന്നത് ലിജു തന്നെയാണ് പറയുന്നത് പരസ്യമായിട്ട്. അതാണ് അതിന്റെ അപകടം. ഇതൊക്കെ കാണിക്കുന്നത്, ഞാൻ സതീശനെ കുറ്റപ്പെടുത്തുന്നില്ല, പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല, ഭരണപരിചയമില്ല, മുമ്പ് മന്ത്രിയായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം മന്ത്രിയാകേണ്ടതായിരുന്നു. അന്നത്തെ കോൺഗ്രസ് നേതാക്കളിൽ MLA-മാരിൽ എന്തുകൊണ്ടും വളരെയധികം പ്രസക്തിയുള്ള നേതാവായിരുന്നു VD സതീശൻ. അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല. അപ്പോ ഒരു നേതാവ് പറഞ്ഞത്, നീ പോയി NSSന്റെ പിന്തുണ മേടിച്ചുണ്ടോ, ഒരു സമ്മതം മേടിച്ചുണ്ടോ? അതിന് അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടാഞ്ഞത്. അത് NSSന്റെ പിന്തുണ കിട്ടാഞ്ഞത് കൊണ്ട്, NSSന്റെ പിന്തുണ വാങ്ങാൻ തയ്യാറാകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ മന്ത്രിയാകാൻ കഴിഞ്ഞില്ല.
അന്ന് അദ്ദേഹം എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞതാണ്, മാധുവിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്ത് ഒരു ചെറിയ വകുപ്പ് കിട്ടിയാൽ പോലും അതിനെ ഞാൻ വലിയ ഗംഭീരമാക്കുമായിരുന്നു എന്ന്. അത്രയ്ക്ക് ഉത്സാഹത്തോടുകൂടി നിന്ന VD സതീശനെയാണ് പിടിച്ച് പുറകിൽ പിൻസീറ്റിലേക്ക് ഇരുത്തിയത്. ശരി, അതൊക്കെ ചരിത്രം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഒന്ന് പലതാക്കുന്ന എന്തോ മാജിക് കൈവശമുണ്ട് എന്നുണ്ടാക്കിയ പ്രതീതിയൊക്കെ ഇങ്ങനെയാണോ അതിന്റെയൊക്കെ പരിസമാപ്തി വേണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ പരിസമാപ്തിയുടെ പ്രശ്നം പറയുമ്പോൾ ഇത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാൻ, ഇത് ശരിയാക്കാൻ, ഈ വിഷയം നേരെ ട്രാക്കിലാക്കാനുള്ള കഴിവ് VD സതീശനുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതോ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്, ചിലപ്പം കാണുമായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും. അതിനകത്ത് രാഷ്ട്രീയമാണ്, ആരോപണം ശക്തമാണ്. പക്ഷെ ഒരു കാര്യം അത് ഓർക്കണം, VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയത് വലിയ പിന്തുണയോടുകൂടിയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് പലരുടെയും സംശയ ദൃഷ്ടികൾക്ക് മുമ്പിലാണ് എന്ന് നമ്മളാരും ഓർക്കേണ്ട കാര്യമില്ല. VD സതീശൻ ഓർക്കണം. ആത്യന്തികമായിട്ട് ആ ഒരു വിഷയം അദ്ദേഹത്തെ തുറച്ചു നോക്കുന്നുണ്ട് മാധു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം കോൺഗ്രസിന്റെ അകത്ത് ഹൈക്കമാൻഡിന്റെയും കേരളത്തിലെ നേതാക്കളുടെയും സഹമന്ത്രിമാരുടെയും ഒക്കെ സമ്പൂർണമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുഖ്യമന്ത്രിക്ക് വിജയകരമായിട്ട് ഭരണം നടത്താൻ കഴിയൂ. വിജയകരമായിട്ട് ഭരിക്കുക എന്നുള്ളത് ഒരു മുഖ്യമന്ത്രിയുടെ അവകാശമാണ്. ആ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ചെയ്യേണ്ട കാര്യമാണത്. അതിന് വേറെ ആരുടെ സഹായം തേടരുത്. അത് തേടേണ്ട കാര്യം VD സതീശനില്ല. അത് നമുക്കൊക്കെ അറിയാം, എനിക്ക് പ്രത്യേകിച്ചറിയാം. VD സതീശന് ഒരാളുടെയും സഹായം ആവശ്യമില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കാൻ, അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിക്കാൻ ഒരു പരിശീലനവും ആവശ്യമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. പക്ഷേ നാളെ അദ്ദേഹം നിയമസഭയിൽ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ അദ്ദേഹം തിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് നന്ന്, അല്ലെങ്കിൽ മറ്റൊരു ദുരന്തം VD സതീശൻ നേരിടുന്ന മറ്റൊരു ദുരന്തമായിട്ട് മാറും മധു എന്നാണ് എനിക്ക് പറയാൻ. ശരി, ബജറ്റിൽ ഉന്നയിച്ച വിഷയമാണ്. ബജറ്റ് ചർച്ചയിൽ മാത്രമേ അത് ചർച്ചയ്ക്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് ഇന്ന് ഭരണപക്ഷം സ്വീകരിക്കുകയും ചെയ്തത്. മറ്റൊന്നൊക്കെ തലയ്ക്ക് വെളിവില്ലാത്ത ആളുകൾ ചെയ്യുന്ന കാര്യമാണ് എന്നതുകൂടിയാണ് ഇപ്പോൾ ശ്രീ രാജു പി നായർ അടക്കം വിമർശിക്കുകയും ചെയ്തത്. ബജറ്റ് ചർച്ചയിൽ തന്നെ ഈ വിഷയം വരികയാണെങ്കിൽ എന്ത് മറുപടി പറയുമെന്നുള്ളതാണ് ചോദ്യം. രാജു പി നായർ, ഒരൊറ്റ മാസം തികയുന്നതിന് മുൻപ് ആദ്യത്തെ അഴിമതി ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പൊ എത്ര കിട്ടി എന്നൊരു ചോദ്യം തിരിച്ചു കേൾക്കുന്നത് ആ ചോദ്യം ചോദിച്ചത് കൊണ്ട് തന്നെയാണ്. അഴിമതി ആരോപണമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കാൻ പോലും കാരണം ഉണ്ടായത് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എന്നാണ് ഏറ്റവും അവസാനം പോലും നിങ്ങൾക്കെതിരെ ഉയർന്ന പരിഹാസം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ആദ്യത്തെ മാസം അഴിമതി ആരോപണമാണ് ഉണ്ടാകുന്നത്. അത് അവരവരുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഈ കുത്തക കമ്പനി അവരെ സമീപിച്ചു, തൊട്ടേക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ് ജയ്ക്ക് പറയുന്നത്. അത് തൊട്ടു എന്ന് മാത്രമല്ല, തലയിൽ എടുത്തു വെച്ച് ഓടുന്ന സാഹചര്യം കാണാൻ പോകുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ ആരോപണങ്ങൾ മുഴുവനും വരുന്നത്. അത് ഈ മദ്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ശരി, അങ്ങനെ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, PM ശ്രീയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, ഒരൊറ്റ കേന്ദ്രത്തിലേക്ക്, മുഖ്യമന്ത്രിയിലേക്ക് മാത്രമാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. എങ്ങനെ സാധിക്കുന്നു? മാധു, ഈ അഴിമതി ആരോപണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മാധു ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നോക്കണം. അഴിമതിയാണ്. ഇപ്പൊ ജയിക്കിനെ ഈ ചർച്ചയ്ക്ക് വിളിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ അഴിമതിയാണ് എന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിച്ച ആവോ? ഒരു വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും വസ്തുതകളുടെ പിൻബലത്തിൽ വേണ്ടേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്തായാലും ജയ്ക്ക് പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ. ജയ്ക്ക് വളരെ വിദഗ്ധമായിട്ട് ഈ വാദമില്ലാതെ വരുമ്പോൾ യഥാർത്ഥ ചോദ്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റത് പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്താ പറഞ്ഞത്? ബജറ്റിലെ ഒരു നിർദ്ദേശത്തെ സംബന്ധിച്ച് ബജറ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് അടിയന്തര പ്രമേയം കൊടുക്കുന്നവർ തലയ്ക്ക് വെളിവില്ലാത്തവരാണോ? അത്ര എന്താ പറയുക, നിർദോഷകരമായിട്ടല്ല പറഞ്ഞത്. അതിൽ വളരെ കൃത്യമായി ചില മതങ്ങളെയും ചില മതനേതാക്കന്മാർക്കും തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തിത്തിരിപ്പ് പണി വരെ കയറി കാണിച്ചു, ഇല്ലേ? എന്നിട്ട് ഈ PM ശ്രീ പദ്ധതി ഞങ്ങൾ ഒപ്പിട്ടെഴുതി തള്ളിയതാണ് എന്ന് കിടന്ന് മെഴുകിയ ജയിക്ക് ഞാൻ മെഴുകി എന്നാണ് പറയുന്നത്. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തെ, അത് മാത്രമല്ല കള്ളവും കൂടി പറഞ്ഞു കേട്ടാ, ഈ സർക്കാർ വന്നതിന് ശേഷം മിൽമാപ്പാൽ വില കൂട്ടി. ആരായിരുന്നു മിൽമാപ്പാൽ വില കൂട്ടിയത്? മാധു ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ പറയുന്നത്. അത് വസ്തുതാപരമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യും. അങ്ങ് ഈ വിഷയം പറയൂ. ശ്രീ രാജു പിന്നാരി, ഇപ്പൊ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ,
അങ്ങ് പറഞ്ഞ കാര്യമുണ്ട്. ഒരു മിനിറ്റ്. അങ്ങ് പറഞ്ഞ ഞാൻ പറയട്ടെ. മാധു അങ്ങനെ ഇടപെടല്ലേ. എന്നെ അനാവശ്യമായിട്ട് പല കാര്യങ്ങൾ പറയാനും സാഹചര്യം കൊടുത്തിട്ട് ഞാൻ മറുപടി പറയുമ്പോഴേക്കില്ലേ ജയ്ക്ക് അങ്ങനെ എന്താ പറയാ അറിയാതെ പറയുന്നൊന്നുമല്ല. ഞാൻ പറയില്ലേ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ UDF 100 സീറ്റിൽ ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഒരു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ആളാണ് ജയ്ക്ക്. ആ മാധ്യമപ്രവർത്തകർ പറയണ CPM എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല, ആകെ ജയിക്കാൻ പറഞ്ഞു. അപ്പൊ ജയിക്കിന് കാര്യങ്ങൾ അറിയാത്ത ആളല്ല, വളരെ കൃത്യമായിട്ട് ജയിക്കിന് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ആളാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ രാഷ്ട്രീയം വെച്ച് തെറ്റിദ്ധരിപ്പിച്ച് പറയണം. ഒന്ന്, ഞാൻ ചോദിച്ച ചോദ്യം ജയ്ക്ക് മറുപടി പറഞ്ഞില്ല, മാധു മറുപടി പറയിക്കാൻ ശ്രമിച്ചില്ല. കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം, ആ മദ്യനയം തെറ്റായിരുന്നു ജയ്ക്ക് സമ്മതിച്ചിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അതിൽ കഴമ്പുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ നയത്തിൽപ്പെട്ട കാര്യമാണിത്. രണ്ട്, ശ്രീകുമാർ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ മാധു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി, നിങ്ങളാണ് അധികാരത്തിൽ. പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിച്ചത് ഭരണപക്ഷത്തോടല്ലേ അതോ പ്രതിപക്ഷത്തോടായിരുന്നോ ചോദ്യങ്ങൾ? മാധു ഞാൻ ഇതിനകത്ത് ഇത് ഉപയോഗിക്കുന്ന കാരശ്ശേരി മാഷിനോടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളോടോ അല്ലെങ്കിൽ മദ്യവിരുദ്ധ സമിതിയോടോ എനിക്ക് വാദമില്ല. എന്റെ വാദം കഴിഞ്ഞ ഗവൺമെന്റ് അംഗീകരിച്ച മദ്യനയത്തെ വിരുദ്ധമായിട്ട് ഇന്ന് ഇവിടെ നിന്ന് വാദം ഉന്നയിക്കുന്ന CPM-നോടാണ് എന്റെ ചോദ്യം. അത് ധാർമ്മിക പ്രശ്നമല്ലേ? അത് ഇരട്ടത്താപ്പല്ലേ? ആ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കണ്ടേ എനിക്ക്? അതല്ലാതെ ഞാൻ രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പോ അതിനെ സംബന്ധിച്ച് ജയിക്ക് അക്ഷരം മിണ്ടുന്നില്ല. പിന്നെ മാധു നേരത്തെ പറഞ്ഞൊരു വാദം, എന്തുകൊണ്ട് വില കുറച്ചു കൊടുത്ത ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ മദ്യനയത്തിൽ അല്ലെങ്കിൽ സർക്കാരിൽ നിലനിൽക്കുന്ന മദ്യനയത്തിന് ഘടകവിരുദ്ധമല്ലേ മാധുവിന്റെ ചോദ്യം? എന്തിനാ മദ്യനയത്തിൽ ഇത് വീര്യം കുറഞ്ഞ മദ്യം വിപണനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞെന്തിനാ? മദ്യ ഉപയോഗം കുറയ്ക്കാൻ. ഞാൻ ചോദിക്കട്ടെ, വീര്യം കൂടിയ മദ്യത്തിനും വീര്യം കുറഞ്ഞ മദ്യത്തിനും ഒരേ വിലയിട്ടാൽ ഏത് മേടിക്കും മാധു? എന്താണ് ആ നയത്തിൽ ഇവർ പറഞ്ഞ ഉദ്ദേശം? എന്തായിരുന്നു? വീര്യം കൂടിയ മദ്യം മദ്യ ഉപഭോഗം കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഫെർമെന്റേഷനിലൂടെയാണ് എന്നാണ് ആ നയം പറയുന്നത്. കൃത്യമായി അതിനകത്ത് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. ചക്കയിൽ നിന്ന്, കശുമാവിൽ നിന്ന്, അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്ന്. നിങ്ങൾ അങ്ങനെയാണോ തീരുമാനം വന്നിരിക്കുന്നത്? ബക്കാടി കമ്പനി അങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? മാധു ഞങ്ങൾ എന്ത് തീരുമാനിച്ചു മാധു എന്ന് പറയാം. ഞങ്ങൾ എന്താ തീരുമാനിച്ചത്? ബക്കാടി കമ്പനിയുടെ അപേക്ഷ, ബക്കാടി കമ്പനിയുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ബക്കാടി കമ്പനിയുടെ അപേക്ഷ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കാര്യം? ബക്കാടി കമ്പനിയുടെ അപേക്ഷയുടെ ഞാൻ പറഞ്ഞു തീർക്കാൻ അനുവദിക്കുക. ഒന്ന്, നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം നിലനിൽക്കുന്ന മദ്യനയത്തിന് ഘടകവിരുദ്ധമാണ്. കാരണം അത് പറയുന്നത് വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കണം. നിങ്ങൾ വീര്യം കൂടിയ മദ്യത്തിന് പറയട്ടെ മാധു. അല്ല മാധു അത് ശരിയല്ല. മാധു അത് ശരിയല്ല. ഈ വിഷയത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ചർച്ചകൾ. ആ ചർച്ചയിൽ പറയാൻ അനുവദിക്കുന്നില്ല എന്നെങ്കിൽ ശരിയല്ല. ജനങ്ങൾ മനസ്സിലാക്കട്ടെ. നിങ്ങൾ വീര്യം കൂടിയ മദ്യത്തിനും വീര്യം കുറഞ്ഞ മദ്യത്തിനും ഒരേ വില വെച്ചാൽ ഏതാണ് മേടിക്കാൻ പോകുന്നത്? അപ്പോ മദ്യനയത്തിന് ഘടകവിരുദ്ധമല്ലേ ആ വാദം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശരവേഗമായിരുന്നു ഫയലിന്. എങ്ങനെയാ ശരവേഗം സംഭവിച്ചത്? ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ട് 20 or 25 ദിവസം നടക്കുമ്പോ 19-ാം തീയതി ഈ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. 19-ാം തീയതി അവതരിപ്പിക്കേണ്ട ബജറ്റിൽ വരേണ്ട കാര്യം ഈ ജൂൺ മാസം അവസാനോ ജൂലൈ മാസമോ തീരുമാനം എടുത്താൽ മതിയോ? ഈ ബജറ്റിൽ തന്നെ വരണമെന്നുള്ള നിർബന്ധം എന്തിനായിരുന്നു? മെയ് 21-ന് ആ ഫയൽ ശേഷം അത് പ്രഖ്യാപിച്ചാൽ എന്തെങ്കിലും പറ്റിപ്പോകുമോ? പറയട്ടേന്ന് മാധു പറയട്ടെ. ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്ത് പ്രഖ്യാപിക്കുക സർക്കാരിന്റെ പ്രോഗേറ്റീവാണ്. നിങ്ങൾക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഞാൻ രാഷ്ട്രീയമായ മറുപടി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? 19-ാം തീയതി അവതരിപ്പിക്കുന്ന ബജറ്റിൽ 16-ാം തീയതി തീരുമാനമെടുത്തതിന് നിങ്ങൾ ശരവേഗം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ? ബജറ്റ് നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. രണ്ടും രണ്ടാണ്. ഒന്ന്, സർക്കാർ ടാക്സേഷൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സർക്കാരിന് ടാക്സേഷൻ തീരുമാനിക്കണമെങ്കിൽ ബക്കാടി കമ്പനിക്ക് അനുമതി കൊടുക്കണമെന്ന് മാനദണ്ഡമില്ല. ബക്കാടി കമ്പനിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ശരവേഗത്തിൽ പോയത്. ബക്കാടി കമ്പനിക്ക് അനുവാദം കൊടുത്തു? ആ ഫയലാണ് സാർ പോയത്. ബക്കാടി കമ്പനിക്ക് ആ ഫയലാണ് സാർ പോയത്. ഏത് ഫയൽ? സർക്കാരിന് ടാക്സേഷനുമായി ബന്ധപ്പെട്ട. ബക്കാടി കമ്പനിക്കാണ്. ഒരു മിനിറ്റ് മാധു,
പറയൂ. എന്താ മാധു പറയണേ? മാധു വെറുതെ മാധുര് കാര്യം അറിയാത്ത പോലെ പറയരുത്. ഒരു ബജറ്റിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട മദ്യത്തിന് ഇത്ര രൂപ നികുതി നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിക്കാണോ ആ തീരുമാനം? ബക്കാടി മാത്രമാണോ ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നത്? എന്തൊക്കെ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നെന്നുള്ളത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അക്യുമൻ ഇല്ലേ? നിങ്ങളുടെ ഒരു ജേർണലിസ്റ്റിക് അക്യുമൻ ഇല്ലേ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ മാധ്യമ പ്രവർത്തനം? ബജറ്റിലെടുത്ത തീരുമാനം ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട 20% 0 മുതൽ 10% ആൽക്കഹോളിന് ഒരു നികുതിയും 10 മുതൽ 20% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതിന് മറ്റൊരു നികുതിയും നിശ്ചയിക്കുന്നു. ഏത് കമ്പനിയാണുള്ളത്? അതുകൂടി പറയൂ. ഏത് കമ്പനിയുടെ അപേക്ഷയാണുള്ളത്? 2022 മദ്യനയത്തിൽ സ്പിരിറ്റിൽ നിന്ന് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നോ LDF-ന്റെ മദ്യനയം? ഇത് പറയൂ. സ്പിരിറ്റിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു LDF-ന്റെ മദ്യനയം. നിങ്ങൾ ആ നയമാണോ പിന്തുടരാൻ തീരുമാനിച്ചത് ശരവേഗത്തിൽ? മാധു നോക്കൂ മാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. മാധു ഇപ്പോ വളരെ നിർബന്ധപൂർവം അല്ലെങ്കിൽ വലിയ ദുരുദ്ദേശത്തോട് തെറ്റിദ്ധരിപ്പിക്കുക. എന്താണ് 2022-23 മദ്യനയം? ആ മദ്യനയത്തിൽ പറയുന്നത് വീര്യം കൂടിയ മദ്യ ഉപയോഗം കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കണം. ആ പ്രോത്സാഹിപ്പിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുമ്പോ അത് ഈ പഴവർഗ്ഗങ്ങൾക്കും ഫ്രൂട്ട്സും ഉൾപ്പെടെയുള്ള ഇതിന് ഗുണകരമാകും എന്നുള്ളത് മാത്രം. ഇതിൽ വലിയ പ്രകടമായ പ്രശ്നമുണ്ട് ശ്രീ രാജു പി നായർ. ഈ ഫയൽ നീക്കം ഞാൻ വായിക്കാം. ഇത് തെറ്റാണ്. ഇത് ആ നിലയ്ക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല ശ്രീ രാജു പി നായർ. ഈ ഫയൽ നീക്കത്തിന്റെ സബ്ജക്ട് ഞാൻ വായിക്കാം. ഡിപ്പാർട്ട്മെന്റ് റെപ്രസെന്റേഷൻ ഫ്രം ബക്കാടി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബക്കാടി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഈ ഫയലിൽ എഴുതിയിട്ടുണ്ട്. മാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് 2002 കേക്കു ഞാൻ 2022-23 LDF സർക്കാർ അനുവദിച്ച പാസാക്കിയ ഇന്നും നിലനിൽക്കുന്ന മദ്യനയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിഷമത്തോടു കൂടി ബജറ്റ് അവതരിപ്പിക്കാനുണ്ട് എന്നതുകൊണ്ട് മറ്റന്നാൾ ബജറ്റ് അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് നീങ്ങിയ ഫയൽ LDF-ന്റെ മദ്യനയമാണോ? ബജറ്റ് അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് നീങ്ങിയ ഫയൽ LDF-ന്റെ മദ്യനയമാണോ? ഒരു മിനിറ്റ്. അങ്ങ് എന്റെ മുറയിലെ ഞാൻ പറയുന്ന കാര്യങ്ങളെ, എന്റെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വേണ്ടിയോ വ്യക്തിപരമാണോ? അല്ല, നിങ്ങളെന്തിനാ ഞാൻ വ്യക്തത വരുത്തുമ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞ് വ്യക്തി വരുമ്പോ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത്? സാർ, അങ്ങ് പറഞ്ഞത് ബജറ്റ് അവതരിപ്പിക്കാൻ തിടുക്കമുള്ളത് കൊണ്ട് ഫയൽ നീക്കിയത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട് സാർ. സാർ ഒന്ന് വായിക്കാമോ? ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ല സാർ, ഇവിടെ എഴുതിയിട്ടുണ്ട്. റെപ്രസെന്റേഷൻ ഫ്രം ബക്കാടി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എഴുതിയിട്ടുണ്ട് സാർ. മാധു ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സംസ്ഥാനത്ത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുകളുടെ ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചു ഇല്ലേ? ഏതെങ്കിലും ഒരാള് ഒരു അപേക്ഷ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമാണെന്നാണോ പറയുന്നത്? സാർ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട് സാർ. ചോദ്യം ചെയ്തു. ഏത് ബജറ്റിൽ എവിടെ എഴുതി? സാർ, ബജറ്റിലല്ല സാർ, ഈ ഫയൽ നീക്കത്തിൽ. ഒരു മിനിറ്റ് ഞാൻ പറയാം. അതായത് ഈ ഫയൽ നീക്കം അത് ശരവേഗത്തിൽ നടന്നത് ഒറ്റ മിനിറ്റ് എന്താ മതി എനിക്ക്. ഈ ഫയൽ ശരവേഗത്തിൽ നീങ്ങിയത് ബജറ്റ് അവതരിപ്പിക്കാനുള്ള തിടുക്കം കൊണ്ടാണെന്ന് അങ്ങ് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് അങ്ങനെ വെല്ലുവിളിച്ച് പറഞ്ഞു. ആ ഫയൽ നീങ്ങിയത്, അതായത് ഈ 10:41 നിന്ന് 42 ആകുമ്പോഴത്തേക്കും അടുത്ത മേശയിലേക്ക് പോയത് രാത്രി മുഖ്യമന്ത്രി എഴുതിയിട്ട് പിറ്റേ ദിവസം രാവിലെ സെക്രട്ടറി പരിശോധിച്ച ഫയലിന്റെ മുകളിൽ സാർ എഴുതിയിട്ടുണ്ട് റെപ്രസെന്റേഷൻ ഫ്രം ബക്കാടി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. എന്തിനാണ് സാർ എഴുതിയത്? ശരി, ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രാക്ട് കാരിയസിന്റെ കാര്യം പറഞ്ഞല്ലോ. കോൺട്രാക്ട് കാരിയസിന്റെ കാര്യം പറഞ്ഞല്ലോ. അല്ലെ, അങ്ങനെ ഇടപെടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺട്രാക്ട് കാരിയസ് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുന്നു. ഈ സംസ്ഥാനത്തെ ടൂറിസ്റ്റ് വെഹിക്കിൾസിന്റെ ഇത് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ റെപ്രസെന്റേഷൻ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ അടുത്ത് അത് ബജറ്റിൽ കുറച്ചാൽ ഈ കോൺട്രാക്ട് കാരിയേഴ്സിന്റെ അസോസിയേഷൻ ഉള്ളവർക്ക് മാത്രമാണ് അതിന്റെ ഗുണം നിങ്ങൾ നിർവഹിക്കുമോ?
സർ, ഇത് ബജറ്റിൽ നിങ്ങൾ വായിച്ച പറയുന്നത് കാര്യമല്ല ശരിയാണെങ്കിൽ ആ പറയുന്നത്. ഈ ഫയൽ ബജറ്റിനകത്ത് നീക്കത്തിന്റെ ഇനി കാര്യമാണ്. മറ്റൊരു കമ്പനി- അങ്ങേക്കത് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഈ ഫയൽ നീങ്ങിയതിന്റെ കാര്യമാണ് പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഫയൽ പിന്നെ നീക്കവും ബജറ്റ് തമ്മിൽ ഫയൽ എന്താണ് കൊടുത്ത് ബന്ധമെന്ന് ഞാനാണ് ചോദിച്ചത് സാർ. മാധു, ഒരു ഫയൽ വന്നാൽ ഒരാൾ കൊടുത്ത റെപ്രസെന്റേഷൻ അല്ല ഒരു ഫയല്. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സാർ, ഇവിടെ അല്ല, ഒരാള് അതെനിക്ക് അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കാനുള്ളൊരു കാര്യമാണ്. വായിൽ നിന്ന് റെപ്രസെന്റേഷൻ ഉണ്ടാവോ? ശരി, നമുക്ക് വായിൽ നിന്ന് representation ഉണ്ടാവോ? വായിൽ നിന്ന് representation അല്ല, ഉണ്ടാവോ? റെപ്രസെന്റേഷനേ ഇല്ല. ഇത് എല്ലാ കമ്പനികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നാണല്ലോ അങ്ങ് നേരത്തെ പറഞ്ഞത്. ശ്രീ ജെക്സി തോമസ്, ഈ വിഷയത്തിൽ സർക്കാർ പിന്നോട്ട് പോയില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്ന സർക്കാരിന്റെ നിലപാട് ഈ ബക്കാടിക്ക് വേണ്ടി മാത്രമായിട്ട് കൂട്ടുന്നു, അല്ലെ ബക്കാടിക്ക് പ്രത്യേക വിളവ് കൊടുക്കുന്നത് പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയുന്ന അംഗീകരിക്കാം. ശരി. നിങ്ങൾ പറയുന്ന അംഗീകരിക്കാം. അതല്ലാതെ 20% കുറഞ്ഞ മദ്യത്തിന് മുഴുവൻ അല്ലെങ്കിൽ ഒരു ടാക്സ് നിശ്ചയിച്ചാൽ അത് ഏതെങ്കിലും ഒരു കമ്പനിക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരിക്കറിയാൻ ശരി, ഞാൻ ശ്രീ ജെക്സി തോമസിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം ആ ഫയൽ കൃത്യമായി എഴുതി വെച്ചതുകൊണ്ടാണ് ആ റെപ്രസെന്റേഷൻ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അങ്ങനെയല്ല എന്നാണ് പറയുകയും ചെയ്തത്. 2 വാചകം മാത്രം ഞാൻ അവസാനിപ്പിച്ചോളാം, സമയം അതിക്രമിച്ചല്ലോ. ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഞാൻ നേരിട്ട് ഇപ്പോൾ ഒരു മറുപടിക്ക് നിൽക്കുന്നില്ല. പക്ഷേ ബഹുമാനിയനായ നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ആവർത്തി ചോദിച്ചു, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഒറ്റ വാചകമേ ഉള്ളൂ. അത് അനുഭവമായ ഒരു സാഹിത്യ സൃഷ്ടി കൂടെയാണ് ബൈബിൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 2-ാം വാക്യമുണ്ട്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവുകോലിനാൽ നിങ്ങളും അളക്കപ്പെടും. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു നികുതി കുറവും ഒരു തെറ്റായ സമീപനവും ഒരു തീരുമാനവും ഒന്നും എടുക്കാത്തൊരു ഘട്ടത്തിൽ 1000 കോടി രൂപയുടെ അഴിമതി എന്ന് നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ആ അളവുകോലിനാൽ ഇപ്പോൾ UDF അളക്കപ്പെടുകയാണ്. ആ വിധിയാൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നുണ പറയുന്ന നിലപാടുകളുടെ രാജകുമാരനല്ല, നുണകളുടെ കുമാരനായിട്ടുള്ള ഒരാൾ വിധിക്കപ്പെടുകയും അളക്കപ്പെടുകയുമാണ്. അത്രമാത്രം. പിന്നെ ഈ തീരുമാനം പിൻവലിക്കപ്പെടുന്നില്ലേ? പ്രതിപക്ഷമല്ല, സമസ്ത, മുസ്ലിം ലീഗ്, കേരളത്തിലെ സീറോ മലബാർ സഭ, ഇവരുടെ എല്ലാം കേരളത്തിലെ സംഘടിത മനുഷ്യപക്ഷത്തിന്റെ ഒന്നാകെയുള്ള സമ്മർദ്ദത്തിൽ അതിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയുണ്ട്, VM സുധീരനുണ്ട്, KC വേണുഗോപാലുണ്ട്, എല്ലാവരുടെയും ഈ അധികാരത്തിന്റെ ഇടനാഴികളിൽ എടുത്ത തീരുമാനം തിരുത്തപ്പെടും. ബൈബിൾ അടിസ്ഥാനത്തിലാണോ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്? അതാ ഞാനൊരു കോട്ടിങ് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞതാ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അല്ല, പലതരത്തിലുള്ള കോട്ട് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. സീസറിന്റെ ഭാര്യ കോട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പൂർത്തിയായിരിക്കും. അതൊക്കെ കോടതി ബൈബിളിന്റെ മറുപടി ഇവരുടെ അഴിമതി ആരോപണം എത്രമാത്രം ദുർബലമാണെന്ന് തെളിഞ്ഞു. ശ്രീ ജെക്സി തോമസ് പൂർത്തിയാക്കും. അതെ, അത് നമുക്ക് നോക്കാം. ഈ തീരുമാനം റിവർട്ട് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും അങ്ങേക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ലല്ലോ. ഞങ്ങൾ കോൺഗ്രസ് എടുത്ത തീരുമാനമാണിത്. ഇതിൽ നിന്ന് ഏത് വലിയ സമ്മർദ്ദ ശക്തി എത്ര ഉമ്മാക്കി കാട്ടിയാലും 1 ഇഞ്ച് ഞങ്ങൾ പിന്നോട്ടില്ല. പറയാൻ കരളുറപ്പുണ്ടോ? നട്ടലിന് ബലമുണ്ടോ? അങ്ങേക്കൊന്ന് പറയാമോ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന്? എന്തായിരിക്കും ഇതിന്റെ ഞാൻ പറയേണ്ടത്? അല്ല, ബജറ്റ് ചർച്ച നടക്കുമ്പോൾ KC വേണുഗോപാൽ ഞാനത് പറയണോ? പക്ഷെ അത് സുധീരന് മനസ്സിലായിട്ടില്ല, അത് മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടില്ല, അത് സമസ്തയ്ക്ക് മനസ്സിലായിട്ടില്ല, അത് KC വേണുഗോപാലിന് മനസ്സിലായിട്ടില്ല, പറയേണ്ടതോ അഭിപ്രായം പറയേണ്ടതോ ആയ മുഖ്യമന്ത്രി ഇതുവരെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമുള്ള പ്രിവിലേജാണ് ഈ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടാൽ മതിയെന്ന് ആരും ഒന്നും ചോദിക്കുകയുമില്ല എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു ശീലിച്ച കോൺഗ്രസുകാർക്ക് തന്നെ മുഖ്യമന്ത്രി പഠിച്ചിട്ട് പറയും എന്ന് പറയാൻ കഴിയുന്ന പ്രിവിലേജ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നു. വളരെയധികം Debate with Madhu Saji.